അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. രാജേഷേട്ടാ സൂപ്പർ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാജേഷ് ഭായ് മനോഹരം, ഇന്ന് രാജേഷേന്റെ ഒരു പെർഫോമൻസ് വെക്കാൻ ഒരു റീസൺ ഉണ്ട്. നമ്മളുടെ ഫേവറേറ്റ് SPB സാറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ SPB സാറിന് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു ഇന്ന് രാജേഷ് ചേട്ടൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു രാജേഷ് ചേട്ടാ, സൂപ്പർ. പിന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, SPB സാറിന്റെ കൂടെ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ രാജേഷ് ചേട്ടൻ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? ഞങ്ങള് SPB സാറിന്റെ കൂടെ ഒരുപാട് ഷോയ്ക്ക് വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ രാജേഷ് ബാലുണ്ണുമായിട്ട് ഷെയർ ചെയ്ത് എന്തെങ്കിലും ഒരു? ഖത്തറിലെ ഒരു ഷോയ്ക്ക് പോയപ്പോൾ ഇതുപോലെ ഈ ഇളമേനോ പൂങ്കാറ്റെന്നുള്ള പാട്ട് പാടിയപ്പോൾ അതിന്റെ ഒരു ബീജ് ഉണ്ട്, ഫ്ലൂട്ട് ബീജ്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ സാറ് തിരിഞ്ഞു നിന്ന് കൈയടിക്കും. ഒരു പുല്ലാങ്കുഴൽ വാദകനായതുകൊണ്ട് പറയാണ്, SPB സാറിന്റെ ഷോ നടക്കുമ്പോൾ രാജാ സാറിന്റെ മുമ്പിൽ നമ്മുടെ അരുൺമൊഴി ഫ്ലൂട്ട്, അദ്ദേഹം ഒരു ഫ്ലൂട്ട് ബിറ്റ് വായിക്കാൻ ഇളയനില എന്നുള്ള പാട്ടിന് ഫ്ലൂട്ട് എടുത്ത ഫ്ലൂട്ട് മാറിപ്പോയി, അത് പോയി. അപ്പൊ വായിക്കാൻ പറ്റിയില്ല. അത് തുടങ്ങിയതും അദ്ദേഹത്തിന് വളരെ വിഷമമായിപ്പോയി. കാര്യം അരുൺമൊഴി എന്ന് പറഞ്ഞാൽ രാജാ സാറിന്റെ ഫ്ലൂട്ടിസ്റ്റാണ്. അപ്പൊ ബാലുവണ്ണൻ തന്നെ ആ പീസ് മുഴുവൻ ഭാഗം ഇട്ടിട്ട് ഒന്നും കൂടെ ആ നടന്ന ഒരു തെറ്റ്, അത് ആരാണെങ്കിലും ഫ്ലൂട്ട് മാറിപ്പോയാണ്, അസാധ്യ പ്ലെയറാന്ന്, എനിക്ക് വേണ്ടി ഒന്ന് വായിക്കുമോ എന്ന് പറഞ്ഞ് അരുൺമൊഴിയെ കൊണ്ട് ഒന്നും കൂടെ, അത് അത്രയൊക്കെ ഒരു വലിയ മനസ്സ് വേറെ ആർക്കും ഇല്ല. ഇദ്ദേഹത്തിന് SPB സാറിന് മാത്രമേ ഉള്ളൂ. അത് വേറൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് അത്രയും അണ്ണനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ഒരു ആളായതുകൊണ്ടാണ് പറയുന്നത്. വണ്ടർഫുൾ പേഴ്സൺ, സച്ച് എ സ്വീറ്റ് ഹാർട്ട്. അപ്പൊ എന്തായാലും താങ്ക് യു രാജേഷ് ചേട്ടാ. രാജേഷ് ചേട്ടന്റെ ഈ ഒരു പെർഫോമൻസിലൂടെ നമ്മുടെ SPB സാറിന്റെ കുറെ ഓർമ്മകളിലേക്ക് അപ്പോ ഇന്ന് നമ്മുടെ SPB സാറിന്റെ ബർത്ത്ഡേ ദിവസമാണ്. രാജേഷ് ചേട്ടന്റെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ്ലി SPB സാറിന് ഡെഡിക്കേറ്റ് ചെയ്യാം. സോ വെൽക്കം ടു അമൃത്വേണി ലൈഫ് വിത്ത് സൂപ്പർ സ്റ്റാർ സീനിയർ, പവർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് UGS ഗോൾഡ് ലോൺ ആൻഡ് ഈസ്റ്റർ. ജഡ്ജസ്, നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ഹിറ്റ് സൗണ്ടിൽ തന്നെ അങ്ങ് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈസ്റ്റേൺ മാജിക് ബീച്ച് എന്നാണ് വിളിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അശ്വതി. ഓൾ ദി ബെസ്റ്റ് അശ്വതി. അകമേ വാഴും ദൈവത്താരേ, രൂപം കൊണ്ടേ ആരുടെ പൊന്മലമേലേ, ശാസ്താന്റെ ഭൂതത്താനാരേ, വരിക 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 ജനമേ, വിരുത് വിതറിയ വെള്ളാട്ടം, പൊലിക 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 ജനമേ, കനൽ ചിതറണ തെയ്യാട്ടം. വരിക 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 ജനമേ, കനലു ചിതറണ തെയ്യാട്ടം, പൊലിക 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 ജനമേ, കനൽ ചിതറണ തെയ്യാട്ടം. വരിക 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 ജനമേ, കനൽ ചിതറണ തെയ്യാട്ടം, പൊലിക 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 ജനമേ, പൊലിക പൊലിക. കല്ലുകൾ മണ്ണുകൾ പൂണ്ടു വിറയ്ക്കണ്, കാഞ്ഞീരപ്പുഴ തുള്ളിയുറഞ്ഞു, ചുടുനിണമൊഴുകിയൊരിരുളിങ്ങിരവിൽ ഇല്ലം ചിത പോൽ കത്തിയെരിഞ്ഞു, പോർവിളി നിറയണ തിരുമുടി അണിയണ് മേലേറി, കനൽ വെന്തു പഴുത്തു ചെന്തിയാളിയ കരിനിഴലിൽ കളിയാട്ടം തുള്ളും ശൈവസുത ദൈവത്താരേ, ദൈവത്താരേ, ദൈവേ ദൈവേ ദൈവേ
വരിക 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 ജനമേ വിരുത് വിതറിയ വെള്ളാട്ടം പൊലിക 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 ജനമേ കനൽ ചിതറണ തെയ്യാട്ടം ചോര ചുവക്കണ് ചെക്കിപ്പൂക്കൾ ചായില്യം കനൽ കോറിയ ചമയം കാടും വീടും നടയും താണ്ടി നാട് വിറയ്ക്കണൊരാരവമായി ചോടകമിളകണ് തോറ്റം കേൾക്കണ നെഞ്ചിലണിഞ്ഞു കൊരലാരം ചിലമ്പുകൾ കെട്ടി വരവിളി അത്തിറയാട്ടം തുള്ളും ജൈവസുധ വരിക 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 വേണം വരിക 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 വേണം പൊലിക 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 ജനമേ പൊലിക പൊലിക വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഗുഡ് ഷോ. അച്ചു ചേച്ചി സൂപ്പർ. അച്ചുവിന് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടാണല്ലോ നല്ല അല്ലേ? ഇഷ്ടാണ്. അതാണ് ഇങ്ങനത്തെ ഒരു പാട്ട് നോക്കി സെലക്ട് അല്ല കൊറേ ചെയ്തത്. നോക്കി, അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി. അതുകൊണ്ട് ഇത് എടുത്തോണ്ട് വന്നു. നമ്മുടെ അച്ചുവിനെ പറ്റിയ കറക്റ്റ് പാട്ട് അച്ചുവിന് കിട്ടി. ആ. യെസ്, ചോദിക്കാം. ഉം. ചേച്ചി. അച്യുത് മാമ സതേക് സതേക്. അതന്നെ അതന്നെ. അസലായി പാടി അച്ചു. അതാണോ? അസലായി പാടി. ഈ ബാക്കിലെ ഗ്രാഫിക്സ് കാണുന്നുണ്ടോ? കണ്ടു കണ്ടു. എൻ്റെ അമ്മോ, ഭയങ്കര എഫക്റ്റ്. അത് ശരിക്കും ഈ പാട്ടിന്റെ മ്യൂസിക്കും എല്ലാം കൊണ്ട് നമ്മൾ വേറെ ഒരു ലോകത്തെത്തി. ഭയങ്കര ഭംഗിയായിരുന്നു. അതെ സർ, രസമുണ്ടായിരുന്നു. മോളെ ഡീറ്റെയിൽസ് പറയൂ ആദ്യം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജീൻ പി ജോൺസൺ സാറാണ്. ഓക്കെ. ലിറിക്സ് ലിഷ ജോൺസൺ മാം ആണ്. ആ. പാടിയിരിക്കുന്നത് സൂരജ് സന്തോഷ് സാറാണ്. ആ. മൂവി സൂത്രവാക്യം. സൂത്രവാക്യം. മനോഹരമായ ഒരു പാട്ട്. അത് അച്ചുവിന്റെ ഒരു വോയിസ് ടെക്സ്ചറിന് പറ്റിയ ഒരു പാട്ട്. അത് കോൺഫിഡൻ്റ് ആയിട്ട് പാടി മോള്. അതാ ഇങ്ങനത്തെ പാട്ട് വരുമ്പോൾ അച്ചുവിന് പ്രത്യേകിച്ചൊരു ഇഷ്ടം കൂടുതൽ. ഓ, എനിക്ക് ആകാശത്തോളം ഒന്ന് മുട്ടണ്ടല്ലോ നോട്ട്സ് എന്നുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ധൈര്യം വരും അല്ലേ? എന്റെ കംഫർട്ട് സോണാണ്. നല്ല രസമുണ്ടായിരുന്നു മോളെ. മോളുടെ വോയിസിന്റെ ആ ഒരു ടെക്സ്ചറും ആ പ്രസൻസും പിന്നെ ഈ കോൺഫിഡൻസും എല്ലാം കൊണ്ടും അത് ഈ പാട്ടിനോട് ചേർന്ന് നിന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് നല്ല രസമായിട്ട് മോള് പാടി. നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാം കൊണ്ടും നമ്മൾ വേറൊരു ശരിക്കും ഒരു കാവിലൊക്കെ എത്തിയൊരു ഫീലിംഗ്, വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ശരിക്കും. എന്തായാലും നൈസ് സെലക്ഷൻ മോളെ. ഗോഡ് ബ്ലെസ് യു. സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു ചേച്ചി. എം ജി സാർ. അച്ചു സാർ, പാട്ടും അതുപോലെ തന്നെ നമ്മുടെ LED വാളിലുള്ള ഇതും ഓർക്കസ്ട്രേഷനും പിന്നെ ഗ്രൂപ്പും എല്ലാം കൂടെ എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ. ഇപ്പം പറഞ്ഞ പോലെ ഒരു കാവിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതോ ഒരു തെയ്യം കാവൽ തിറ, അതൊക്കെ ആ ഒരു ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തു. പാട്ടിന് ട്യൂൺ ഒന്നേ ഉള്ളൂ, ഒറ്റ ട്യൂണേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് തന്നെ അച്ചു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിസ്റ്റേക്സും ഇല്ല. പക്ഷെ ഒരു ട്യൂണേ ഉള്ളൂ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പം ഇപ്പം മഞ്ചരി പറഞ്ഞു വളരെ സേഫ് സോണിലാണ്, മേളിൽ ഒന്നും പാടാൻ വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അച്ഛനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മൈൻഡ് ബ്ലോക്കാണ്. അതെ, അതുകൊണ്ട് അങ്ങനത്തെ പാട്ട് പാടി ശീലിക്കണം കേട്ടോ. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം കൊറേ അങ്ങനത്തെ ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് തന്നെ അത് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ പാട്ട് എടുക്കുമ്പോ ഒരു പ്രത്യേക സുഖം അല്ലേ? ഇത് വോയിസിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഞാൻ ശരിക്കും അങ്ങനെ നോക്കിയെടുത്തതല്ല. എല്ലാവർക്കും എല്ലാം പാട്ടും പോയി. അപ്പൊ പോയി സാരമില്ല. അപ്പൊ അടുത്ത തവണ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു പാട്ട് എടുത്തു. ഇപ്പോഴേ ടെൻഷൻ തുടങ്ങിയാണ്. ഇല്ല, ടെൻഷൻ ഇല്ല. എന്തായാലും നല്ലൊരു പാട്ട് ഉള്ളത് ശുദ്ധമായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ശരത് സർ. ഈ ഗ്രാഫിക്സ് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. കാരണം നമുക്ക് ഈ ഒരു സൗണ്ട് ട്രാക്കിനെ ആ വിഷ്വൽസ് എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് ഈ ചുവപ്പും ആ പുറയുള്ള ആ തെയ്യവും തീയും ആ കനലും പുറയുള്ള ഇരുട്ടും പച്ചയും അത് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത വികാരമാണ്. കാവുള്ള അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പൊ കാവിലൊക്കെ കയറി തൊഴുമ്പോ എന്താണ് മനസ്സിൽ തോന്നുന്നത്? അമ്പലം കാവുകൾ കാണുന്നു. ആ കാവില് നമ്മൾ കയറി മൊത്തം മരങ്ങളും ഇതിൻ്റെ ഇടയിൽ ആ നാഗത്താന്മാരും ഒക്കെ ഉള്ള
എനിക്ക് അതിനകത്ത് കയറുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്കും അതെ സർ. എനിക്കൊരു പേടി നമുക്ക് മനസ്സിൽ ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും അല്ല ശരിക്കും പേടിയാവും സാർ. അതെ ഇപ്പൊ സർ. കാവില് കയറുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉണ്ട് പേടി. ചെറിയൊരു അത് വേറൊന്നുമല്ല, ഭക്തി കൊണ്ട് നമുക്ക് അതൊക്കെ അതെ, അതെ. ഉണ്ടെങ്കിലും ഒരു ഒരു പേടി ചെറിയ തോതിൽ. നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. കാര്യം ഇതിനകത്ത് ഒരൊറ്റ ട്യൂണല്ല, അതല്ലേ അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാലും. അതല്ല അത് പ്രത്യേകിച്ച് അത് ബ്രിമ്മിലാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു നോട്ട് പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ തല കുത്തി വീഴുന്നീ. അത് അവിടം വരേ ഉള്ളൂ. ഓ, ഇതൊരു സന്തോഷം. അപ്പോൾ ഇത് കമ്പോസ് ചെയ്ത ആളിന് പ്രത്യേക താങ്ക്സ് പറയണം. പാടിയാക്കും സൂരജ്, നമ്മുടെ ചക്രയാവൻ. അപ്പം അത് കുറേ സന്തോഷം സൂരജിൻ്റെ പാട്ട് പാടിയതിനും. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. നിൻ്റെ റേഞ്ച് അവിടെ തന്നെ ഉള്ളതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേൾക്കാൻ. പിന്നെ ഈ എന്താണ് ഈ തെയ്തൈ പാടിയില്ലല്ലോ നിങ്ങളെല്ലാം കൂടെ അവസാനം ആഘോഷിച്ചത്. അത് ചെറിയ നിഷാദാണോ വലുതാണോ എന്ന് അത് ആരുടെ തെറ്റാണെന്ന് അറിഞ്ഞുകൂടാ. അതൊരു ഓടായിട്ട് തോന്നിയ 2 സ്ഥലങ്ങളിൽ. രണ്ടും വരുന്നുണ്ട്. അല്ല, രണ്ടുപേരും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടിയാൽ അത് ഓക്കെ. നീ ചെറിയ നീ മറ്റവർ വലിയ നീ പാടിക്കൊണ്ടിരുന്നാല് ഒറ്റയായിട്ട് അങ്ങനെ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെയായാലും നല്ല മനോഹരമായിട്ട് പാടിയതാ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. അച്ചു സാർ. അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സാർ. എനിക്ക് പേഴ്സണലി എനിക്ക് സൂരജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു അതെ. ചക്കരക്കുട്ടന് സൂരജിന് വലിയൊരു കൈയ്യടി. നമ്മൾ നന്നായിട്ട് പാടി. ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതാണ് മെയിനായിട്ട് പാടും. ഉഗ്രൻ ഗ്രാഫിക്സ് ടീമിന് വലിയൊരു കൈയ്യടി. പിന്നെ മോളുടെ ടോൺ നല്ല മുട്ടായി പോലെ ഉണ്ടായിരുന്നു അവിടെ താങ്ക് യു സാർ. കേട്ടോ. പിന്നെ കോറസ് എല്ലാവരും കലക്കി. മൂഡേഷ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ അച്ചു, മാർക്സ് വയ്ക്കാം. ശരത് സർ. അച്ചു സാർ. 9.2 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു സർ. എം ജി സർ. പാട്ട് നന്നായിട്ട് പാടി. ഇപ്പം രവീന്ദ്രൻ മാസ്റ്റർ വളരെ ടഫായിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയ കുട്ടികൾക്ക് പോയിരിക്കുന്ന ഒരു റേഞ്ച് വേറെയാണ്. ഈ പാട്ട് വെച്ച് മോള് നന്നായിട്ട് പാടിയത് കൊണ്ട് ഒരു 9 എന്നാലും ഇതിൻ്റെ ഗ്രാഫിക്സും എല്ലാം കൂടെ വന്നപ്പോൾ ഉള്ളൊരു മൂഡ് വെച്ചിട്ട് 9.1. താങ്ക് യു സർ. ചേച്ചി. അച്ചുമാ അച്ചുവിന്റെ മാർക്സ് ഇതാ. ഓക്കെ. താങ്ക് യു മാം. ടോട്ടൽ 18.3. താങ്ക് യു. സൂപ്പർ. ഓക്കെ ജഡ്ജസ്. യെസ് അങ്ങനെ പാരന്റ്സ്. ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ടിൽ മാജിക് ബീറ്റ്സിൽ നിന്ന് അച്ചു പെർഫോം ചെയ്തു പോയി. Yeah. ഇനി മിസ്റ്റിക് രാഗാസിൽ നിന്ന് നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പോ come on everybody, let's welcome അർച്ചന. മുത്തമഴ ഇങ്ങ കൊട്ടിത്തീരാ മുല്ലയിരവുകൾ പുത്തേറിയാ
ഗുഡ്. അർച്ചന, എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. വലിയൊരു പാട്ട്. അതെ, വലിയൊരു പാട്ട്. ചിന്മയി മാം നമ്മുടെ ഫ്ലോറിൽ വന്നിട്ട് മാം നേരിട്ട് പാടുന്ന നമ്മൾ കേട്ടതുമാണ്. അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന്. ചോദിക്കാം, MG സർ. അർച്ചന, സർ. നല്ല രസമുണ്ട്. കാരണം കോറസും കൂടെ വന്ന് ഇതിനെ അണ്ടർലൈൻ ചെയ്ത് ഓർക്കസ്ട്രയും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ പാട്ട് പാടാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. നന്നായിരുന്നു. തുടക്കത്തിലെ മുത്തുമഴൈ ഓപ്പണിങ്, അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി തുടക്കം. അതിനുശേഷം വരുന്നത് പൊല്ല ഇരവോ അല്ലേ? അതെങ്ങനെയാണിത്? ഒന്നുകൂടെ ക്ലാരിറ്റി വരട്ടെ. ദരനേ ആഹാ, അത് അങ്ങനെ വന്നിട്ട് ഒന്നുകൂടെ നന്നായിരുന്നേ. പിന്നെ കാലൈ அந்த இடம் காலை கனவினில் காதல் கொண்டேன் கண்விழித்தேன் அவன் കാണവില്ലേ. അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ആ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അത് ആദ്യം വന്നൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല നല്ല ഫീലായിരുന്നു പാടിയത്. നല്ല വോയിസ്, നല്ല ശബ്ദം എല്ലാം ഉണ്ട്. ഇതുപോലത്തെ ഒന്ന് ക്ലാരിറ്റി, കാരണം ആ നോട്ട് കൃത്യമായിട്ട് എടുത്ത് പാടിയില്ലെങ്കിൽ അത് ബേസ് നോട്ട് ആയതും കൂടെ കൊണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല എന്താണെന്ന്. പിന്നെ വരി മറന്നുപോയോ? ഇല്ല സർ, സെക്കൻഡ് മുത്തുമഴയായിരുന്നു പാടേണ്ടത്. മുത്തുമഴ ഞാൻ പാടിയത് ചരണമായിരുന്നു. അതെ, അങ്ങനെ ഒരു ചേഞ്ച് വന്നല്ലോ. മുത്തുമഴ ഇങ്ക് അവിടെ അതിന് പകരം മാറ്റി വേറെ എന്തോ പാടി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കാതലൻ നീ, ഞാൻ കാതലി കാതലൻ നീ വേറെയെല്ലാം വെറും വേഷം என்பே. ആഹാ, ഇപ്പൊ നല്ല ബ്യൂട്ടിഫുൾ. ഇത് കുറച്ചുകൂടെ ഓപ്പൺ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പം ഈ ഓപ്പൺ ആയപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒരു സുഖമുണ്ട്. കുറച്ച് ഹസ്കിനെസ് കൂടിപ്പോയോ എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. നല്ല ശബ്ദം, നല്ല പാട്ട് സെലക്ഷൻ. ബട്ട് ഇത് ഈ പാടുന്നത് എന്താണെന്ന് കൃത്യം ക്ലാരിറ്റി ഉണ്ടായിരുന്നാൽ ഒന്നുകൂടെ നന്നായിരുന്നേനെ. ദാറ്റ്സ് ഓൾ. അല്ല വേറൊന്നുമില്ല പറയാൻ. ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു സർ. ശരത് സർ, ഈ പാട്ട് മനോഹരമായിട്ടുള്ളൊരു കോമ്പസിഷനാണ് റഹ്മാൻ്റെ. അപ്പോൾ അതിൽ കുറേ സന്തോഷം. പിന്നെ ചിന്മയി പറയേണ്ട കാര്യമില്ല, ഉഗ്രമായിട്ട് പാടുമല്ലോ. അപ്പോൾ ഈ മുത്തമഴ ഇങ്ക് കൊട്ടി, ആ കൊട്ടി ഒന്ന് കൺട്രോൾഡായിട്ട് പാടാൻ പറ്റുമോ? മുത്തമഴ ഇങ്ങ് കൊട്ടിത്തീരാ, ആ തീ 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 കൊട്ടിത്തീരാ, കൊട്ടിത്തീരാതു. നൈസ് നൈസ് നൈസ്, വെരി ഗുഡ്. എന്നാൾ ആ ക്രോമാറ്റിക് ഒരെണ്ണം വരത്തില്ലേ, അതൊന്ന് പാടാമോ? കണ്ണാളാ എന്നാളാ. അത് ആ ബ്രിഡ്ജിങ് ഒന്ന് കറക്റ്റാക്കി. ഒരു ക്ലിക്ക് കേൾക്കുന്നുണ്ട്, ഒരു ക്ലിച്ച്. ആ ക്ലിച്ച് ഇല്ലാണ്ടൊന്ന് പാടാമോ? എന്നാളാ എന്നാളാ അങ്ങനെ ഒരു സാധനം വരുന്നത് അതല്ലാതെ. ഇപ്പോഴും ഉണ്ടടാ അത്. അതൊന്ന് ശരിയാക്കണം. ചെറിയൊരു നമുക്കത് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. അതൊരു ഇഷ്യൂ അല്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. പക്ഷേ ഇത് നേരിട്ടൊന്നും പാടുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. നൈസ് നൈസ്. അതുകൊണ്ട് ഇപ്പൊ വന്നല്ലോ, ഇപ്പൊ വന്നു. ഇപ്പൊ എല്ലാം വരുന്നുണ്ട്. ഇത് എല്ലാം ഈ എൻ്റെ മെന്റൽ ബ്ലോക്കാണ്. മുമ്പേ പറഞ്ഞ പോലെ നമുക്കൊരു വിശ്വാസം വേണം, നമ്മളെ കൊണ്ട് പറ്റും. തെറ്റിപ്പോയാൽ പോട്ടെ, അതിപ്പോൾ ആരും കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ആടി തെറ്റിയ സോ വാട്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുക. എല്ലാ കാര്യങ്ങളിലും അവസാനം സോ വാട്ട് എന്ന് വിശ്വസിക്കും, വിചാരിക്കുക. അതുകൊണ്ട് തല കുത്തി വീണ്, അതുകൊണ്ട് കാര്യം കഴിഞ്ഞില്ലേ അത്. അയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് തല കുത്തി വീണാണ് എണീച്ച് നിൽക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് എല്ലാം ജീവിതത്തെ കൂളായി കാണുക. നമുക്കത് കിട്ടും എന്ന് വിചാരിച്ച് ആ വിശ്വാസത്തോടെ പാടുക കിട്ടും. കാര്യം ഞാനൊരു ചെറിയ ഒരു സ്റ്റോറി പറയാം. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനോട് സ്വാമിക്ക് ഒരിച്ചിരി സ്നേഹം കൂടുതലെന്ന് മറ്റുള്ള ശിഷ്യന്മാർക്ക് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് അതെന്താണ്, നമുക്കെന്താണ് കുറവ്? നമ്മളും അദ്ദേഹത്തിന് അത്രയും ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ ശിഷ്യനോട് ഒരു പണവട സ്നേഹം കൂടുതലാണല്ലോ അത്. അപ്പോൾ ചോദിച്ചു ഗുരുനാഥ, അങ്ങ് അപ്പുറത്ത് ഒരു പുഴയുടെ അപ്പുറത്ത് നിന്ന് എന്തോ കഴുകിക്കൊണ്ട് നിൽക്കുക ഈ ശിഷ്യൻ. ഗുരുനാഥ, ഇത് ഞങ്ങളുടെ അടുത്തുള്ള സ്നേഹത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടല്ലോ ഗുരുനാഥന്. അല്ലാതെ അയ്യോ അങ്ങനൊന്നും ഇല്ല അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഗുരുനാഥ്. അപ്പം ശങ്കരാചാര്യർ പറഞ്ഞു, ഇതൊക്കെ കേട്ടറിവാണ്.
അവന് എന്നിൽ ഉള്ള വിശ്വാസം വളരെ നിങ്ങളെക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ്. അല്ല ഞങ്ങൾക്കും അങ്ങനെ അത്രയും വിശ്വാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യർ ശിഷ്യ ഇങ്ങ് വരൂ എന്ന് വിളിച്ചപ്പോൾ ഗുരുവോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങ് നടന്നു വന്നു ആ പുഴയുടെ മേളിൽ കൂടെ. അപ്പോൾ ആ പുഴയുടെ അദ്ദേഹം കാല് വയ്ക്കുന്ന സ്ഥലത്തെല്ലാം ഓരോ പൂക്കൾ വിരിഞ്ഞു എന്നാണ്, താമര വിരിഞ്ഞു, അതിൽ ചവിട്ടിയാണ് അദ്ദേഹം വന്നതെന്നാണ് പറയുന്നത്. അത് ആ വിശ്വാസമാണ്, ആ ഗുരുവിൻ്റെ മുകളിലുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിന് അപ്പം തന്നെ പത്മപാദർ എന്നുള്ള പേരും അദ്ദേഹം ഇട്ടുകൊടുത്തു ശങ്കരാചാര്യർ. അപ്പം അത് വിശ്വാസം. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം രക്ഷിക്കും എന്നാണ് നമ്മൾ കോൺഫിഡൻ്റ്. അവിടെ അങ്ങനെ ക്ലിക്ക് ആവത്തില്ല എന്നങ്ങോട്ട് വിശ്വസിച്ചിട്ട് പാടാൻ വരും. ഇപ്പം പാടിയില്ലേ, മനോഹരമായിട്ട് പാടിയില്ലേ. അപ്പോൾ അത് വേറെ ആരെങ്കിലും ആണോ പാടിയത്? അല്ലല്ലോ. അത് നല്ല പാട്ടുകാരിയാണ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ആ ക്രോമാറ്റിക്കിനകത്ത് പിന്നെ എല്ലാം നന്നായിട്ട് തന്നെ പാടി. പിന്നെ വെൽവേനെ അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, ഒന്ന് പാടാമോ? കാലം യാവും നീതാടി അന്ത കാലം വന്നാൽ വെൽവേനെ. ഒന്നും കൂടെ സുഖമായിട്ട് ചേരാം, അത് കുഴപ്പമില്ല. ഇതൊക്കെ ഉള്ളൂ. നല്ലൊരു രസമുള്ള ഒരു ക്രാഫ്റ്റ്, ഒരു കമ്പോസർ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഒരു നല്ല ക്രാഫ്റ്റാണ് റഹ്മാൻ്റെ ഈ പാട്ട്. കുറേ സന്തോഷം റഹ്മാൻ്റെ ഒരു പാട്ട് പാടുക. കാര്യം ഞങ്ങളൊക്കെ സമകാലീനരായതുകൊണ്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് റഹ്മാനോടൊരു സ്നേഹമുണ്ട് എനിക്ക്. എത്രയോ പാട്ടുകൾ ഞാൻ ട്രാക്സ് പാടുമ്പോൾ റഹ്മാൻ കീബോർഡ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള നമുക്ക് അങ്ങനെ അറിയാവൂ. എന്നെ റഹ്മാന് സുജിത്തെന്നേ അറിയാവൂ, പിന്നെ ഇപ്പം അറിയാം ശരത്താന്ന്, ഇതൊക്കെ അങ്ങനെ ആയിരുന്നു. എനിക്ക് റഹ്മാനെ ദിലീപെന്നും അറിയാവൂ. അതൊക്കെ ആ കാലമൊക്കെ ഞാനിങ്ങനെ ഓർത്തു പെട്ടെന്ന്. അന്നേ ബ്രില്യൻ്റാണ് കേട്ടോ റഹ്മാൻ. ഒരു നിവൃത്തിയില്ലാത്ത രാജാമണി ചേട്ടനൊക്കെ റഹ്മാൻ ഒരു ബെല്ല് വേണയ്യാ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബെല്ല് ചോദിച്ചാൽ ജിംഗിൾ ബെൽസ് ഇടുന്ന ഒരു മനുഷ്യനായിരുന്നു AR റഹ്മാൻ. അത്ര ടോൺ സെൻസ്, ഒരു ചുമ്മാ ബ്ലിം ബ്ലം ബ്ലം നിട്ടാൽ തന്നെ അത് ആ ടോൺ അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്യുന്ന, റഹ്മാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതാണ്. വണ്ടർഫുൾ ആ സെൻസ്. അതാണ് ഒരു പുതിയ സൗണ്ട് കൊടുക്കാൻ പറ്റിയത്. അത്രയും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി ഇങ്ങ് വന്നില്ലേ, അതാണ് റഹ്മാൻ്റെ ഒരു പ്ലസ്. അപ്പോൾ എന്തൊക്കെയാണ് റഹ്മാൻ്റെ ഒരു പാട്ട് പാടിയതിനും കുറേ സന്തോഷം. നന്നായിട്ട് തന്നെ പാടിയത്. ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. മെൻ്റൽ ബ്ലോക്സ് പാടില്ല. ഓക്കെ, താങ്ക് യു. അർച്ചന സർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എനിക്ക് പേഴ്സണലി ഐ ലവ്ഡ് ഇറ്റ്. അതെ, നമ്മൾ നോക്കി. കാരണം എനിക്ക് ഈ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് ഗൂസ് ബംസ് ഒക്കെ തരുന്നൊരു പരിപാടി. എക്സ്പ്രസീവിൻ്റെ അങ്ങേ അറ്റായിരുന്നു മോൾ. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കോമൺ ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ക്ലാരിറ്റി. എസ്പെഷ്യലി ബേസ് റേഞ്ച് കവർ ചെയ്യുന്ന സമയത്ത് വേർഡ് എന്താ പാടുന്നതെന്ന് മനസ്സിലാവണില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ബാക്കി യു ആർ ആൻ അമേസിംഗ് സിംഗർ അർച്ചന. നോ ഡൗട്ട് ഉഗ്രം പാട്ടുകാരി. ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞു പ്രശ്നങ്ങൾ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പിടിച്ചാൽ കിട്ടില്ല, അതിലൊരു സംശയമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പം ഈ തരുന്ന ക്രെഡിറ്റിൻ്റെ ഒരു പകുതി ഭാഗം എനിക്ക് ഈ പാട്ടിനോടുള്ള ഒരു സ്നേഹവും കൂടെ കൊണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ചിന്മയി മാം ഇവിടെ വന്ന് പാടിയതും ഈ അടുത്ത് എനിക്ക് വേണ്ടി പാടിയതും ഒരു വൻ സംഭവം കേട്ടോ പുള്ളിക്കാരി എന്ന് പറയും. ഇപ്പോൾ ഒരു ലൈൻ ഫുൾ പാടിക്കഴിഞ്ഞാലും അവസാനം ഇച്ചിരി ഒന്ന് പഞ്ച് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഓക്കെ ആണെന്ന് ഇല്ലപ്പാ വൺ മോർ ടേക്ക് എന്നിട്ട് ഭയങ്കര രസം. പുള്ളിക്കാരി അതിൻ്റെ അകന്ന് ചീ എന്നെ പാടില്ല ചിന്മയി, ഭയങ്കര രസമാണ്. അപ്പം മാമിനെയും ഇപ്പം ഓർക്കുന്നു. അത്രേ ഉള്ളൂ അർച്ചന. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക ചേച്ചി. അർച്ചന സൂപ്പർ സോങ് സെലക്ഷൻ. എന്താ പറയാ, അർച്ചന നല്ല ഫീലോടെ പാടി. എനിക്ക് അതിൽ കൊടുത്ത കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് അർച്ചനയുടെ ഒരു പാടുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുമ്പോൾ ഒരു വോയിസിനൊരു പ്രത്യേക ഭംഗി വരാറുണ്ട് അർച്ചനയ്ക്ക്. അപ്പോൾ ഈ ഒരു പാട്ടിൽ എനിക്കത് തോന്നി. കുറേ എക്സ്പ്രഷൻസ്, ഷാൻ പറഞ്ഞ പോലെ എക്സ്പ്രഷൻസ് വളരെ നന്നായിരുന്നു മോള് പാടിയത്. പിന്നെ ഈ കുറച്ചുകൂടി ഒരു ലെവൽ, ഒരു പ്രസൻസ് ആവാമെന്ന് എനിക്കും അഭിപ്രായമുണ്ട്. ബേസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ക്ലാരിറ്റി കുറച്ച് കുറയുന്നുണ്ട്, കുറച്ചുകൂടി ഭംഗിയാക്കാം അവിടേക്ക്. ഒരു കോൺഫിഡൻസ് ഇനിയും വരാം സിംഗിങ്ങിൽ. നന്നായി പാടുന്നുണ്ട്,
എവറിത്തിങ് വാസ് ഗുഡ്. നല്ലൊരു പാട്ട് സെലക്ഷൻ. നമ്മുടെ കോറസ് പിള്ളേർ ഗംഭീരാക്കി. ഉഗ്രനായിരുന്നു കോറസ്. വായിച്ചതും നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാം കൊണ്ടും മനോഹരമായി. മോളുടെ ആ ഡാൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടിലും ഇരിക്കുന്നു. എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല. പക്ഷെ എന്തായാലും കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ പഴയ കോൺഫിഡൻസ് ഒന്ന് തിരിച്ചു വരണം. സുന്ദരിയായിട്ടുണ്ട്, നല്ല ഉടുപ്പും. വെരി നൈസ്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. MG സർ 9 marks. താങ്ക് യു സർ. ശരത് സർ 9.1 marks. താങ്ക് യു സർ. ഷാരിക ഓക്കെ, സോ ടോട്ടൽ 18.1. സൂപ്പർ. അപ്പൊ ജഡ്ജസ്, Yes. നമുക്ക് ട്രിബ്യൂട്ട് റൗണ്ടിലേക്ക് പോവാം. Yeah. അതിനായിട്ട് മിസ്റ്റേക്ക് രാഗാസിൽ നിന്നും അനഘ അവിടെ വെയിറ്റ് ചെയ്യാണ്. ക്യാപ്റ്റൻ. Yes, captain. Wow. അപ്പൊ ക്യാപ്റ്റൻ ആശാ ഭോസ്ലെ മാമിനാണ് ട്രിബ്യൂട്ട് നടത്തുന്നത്. Fantastic. ഓക്കെ, സോ ലെറ്റ്സ് Yeah. വെൽക്കം അനഘ. Yes.
പാറ്. ഓ സൂപ്പർ. ക്യാപ്റ്റനും വരുന്നു തകർത്ത് പാടുന്നു, ഇവിടുത്തെ ക്യാപ്റ്റനും വരുന്നു തകർത്ത് പാടുന്നു. ഓ മൈ ഗോഡ്, സൂപ്പർ ആയിരുന്നു. ചോദിക്കാം ശരത് സാർ. അനഘേ, സാർ സുഖാണോ? സുഖമാണ് സാർ. ശരി, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേ കേക്കട്ടെ. മൂവി കഹോന പ്യാർ ഹേ. അടുത്തത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജേഷ് റോഷൻ സർ. ലിറിക്സ് എഴുതിയിരിക്കുന്നത് സാവൻ കുമാർ തക് സർ. പിന്നെ പാടിയിരിക്കുന്നത് ആശാ ഭോസ്ലെ മാം. അതൊക്കെ കൊള്ളാം. നല്ല സിമ്പിൾ ആയിട്ടൊരു പാട്ട്. അല്ല ഇതിനകത്തൊരു ഭീകരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ്, ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഒരു ഭീകര ക്രാഫ്റ്റ് അങ്ങനെയൊന്നുമില്ല. സിമ്പിളായിട്ടൊരു പെപ്പി നമ്പർ, ഒരു കൂളായിട്ട് ആർക്ക് വേണേലും എവിടെ നിന്ന് വേണേലും പാടാൻ പറ്റിയ ഒരു പാട്ട്. അല്ല മോൾ നന്നായിട്ട് തന്നെ പാടിയതാണ് കേട്ടോ, നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആകെ മിസ് ചെയ്ത് അനഘ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിന്റെ ചിരിയാണ്. അപ്പൊ നീ ചിരിക്കത്തില്ല എന്നൊരു നേർച്ച പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ടാ വരുന്നത്. എന്തിനു തിരിഞ്ഞു വന്നിട്ടോ? ഈ തിരിഞ്ഞു ചിരിച്ചാ ഞങ്ങളെങ്ങനെ കാണാനാ? ഇല്ല, ചിരിച്ചതേ ഇല്ല. സീരിയസ് ആയിട്ട് അത് യുദ്ധമുഖത്ത് നിന്ന് പാടുന്ന പോലെ പാടിയത്. അല്ല സാർ കമന്റ് എഴുതുന്ന സമയത്ത് ചിരിച്ചു. കണ്ടുപിടിച്ചല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു. ആണോ? ഓ ഗ്രേറ്റ്. അല്ല ചിരിക്കണം, അതൊന്ന് അത് വെച്ചോണ്ടൊന്ന് ചിരിച്ച് പാടിക്കേ രണ്ടില്. अखियां मिलाऊं कभी अखियां चुराऊं, क्या तूने किया जादू? जाने मन पलट तेरी नजर, यहाँ है दिल तेरा देखता है किधर. ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ല ചിരിച്ചാലുള്ള ഒരു ഗുണകാര്യം ഇത് കുറച്ചും കൂടെ നമ്മളിലേക്ക് വരും. ഇംപ്രസീവ് ഇത് കാര്യം. നമുക്ക് ചില ട്യൂൺസ് നമ്മൾ പാട്ടുകാർ അസാധ്യമായിട്ട് അവർ വേറൊരു ലെവലിൽ പാടിയാലേ ആ മെലഡീസ് ഏക്കത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട്, ഒരു കഴമ്പും ഇല്ലാത്ത കുറേ പാട്ടുകളുണ്ട്. അത് പാട്ടുകാർ പാടിയാണ് നമ്മുടെ നെഞ്ചത്തേക്ക് ഇടുന്നത്. അപ്പോൾ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ്. കാര്യം എല്ലാ പാട്ടിലും കുറേ സംഗതിയും കുറേ സ്വരം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു ആത്മാവില്ലാത്ത കുറേ കോമ്പസിഷൻസ് ഉണ്ട്. അതിന് ആത്മാവ് പകരുന്ന ഈ ഗായകരാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ സന്തോഷത്തോടെ പാടേണ്ടതെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ തന്നെ പാടണം. അത് ആ ഒരു ട്യൂണിനെ എൻഹാൻസ് ചെയ്യും. ആ ഒരു വലിയ ലെവലിലുള്ള കോമ്പസിഷൻ അല്ലെങ്കിൽ പോലും അതിനൊരു സുഖം തരും. അത് നമ്മളിലേക്ക് എത്തും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നല്ലൊരു സ്മൈൽ തന്നിട്ടുണ്ട് അനഘയ്ക്ക് ദൈവം. അപ്പം അത് ഷോക്കേസ് ചെയ്യാം. നമ്മളിപ്പോൾ പാത്തോസ് പാടുമ്പോൾ അല്ല കേട്ടോ, അതൊക്കെ സീരിയസ് ആയിട്ട് നിന്ന് പാടാം. അല്ലാതെ ജോളിയായിട്ടുള്ളതൊക്കെ ജോളിയായിട്ട് ചിരിച്ച് പാട്. എനിക്കിഷ്ടമായി എന്തൊക്കെയാലും പാടിയത് നല്ലതായിരുന്നു. നമ്മുടെ കോറസ്, അയ്യോ ക്യാപ്റ്റൻ, ഈ കോറസിനെ പറ്റി രണ്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് പറയാമോ? കേട്ട് സന്തോഷം. അവരുടെ ടീമിനെ തോപ്പിക്കാൻ നിൽക്കാന്നൊക്കെ പറയും. അയ്യോ ശരിയാണ്, ശരിയാണ്. അതായിരുന്നല്ലേ പ്ലാൻ? അതല്ലേ പറഞ്ഞത് ഞാൻ. പറയൂ. അല്ല, നമ്മള് പഠിച്ചിരുന്നു, കോറസ് പഠിച്ചിരുന്നു. പിന്നെന്ത് പറ്റി അവിടെ പോയപ്പോ? ഇടയ്ക്കൊന്ന് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എവിടെ യാനമെന്ന് തുടങ്ങണ്ടെന്ന് പറഞ്ഞൂടെ. അതിനുവേണ്ടി അനഘ കണ്ടക്ട് ചെയ്യുന്നു. പെട്ടെന്ന് അനഘ നോക്കിയപ്പോൾ സുബിൻ മേത്തയുടെ കൂട്ട് നിൽക്കുന്നു കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ അനഘ. കാരണം അപ്പുറത്തെ ടീമിലെ ക്യാപ്റ്റനാണ് ഇപ്പുറത്തെ ടീമിലെ ക്യാപ്റ്റന്റെ പെർഫോമൻസിൽ വന്നത്. നിങ്ങൾ പണി കൊടുത്തതാണ്, എനിക്ക് അറിയില്ല. അങ്ങനെ കൊടുത്തതാണെങ്കിൽ ഐ എം ഹാപ്പി. ഓർക്കസ്ട്ര പ്രാക്ടീസിലൊക്കെ ഒരു കറക്റ്റ് കോറസ് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അവിടെ ഇരുന്ന് കുളിക്കുമ്പോൾ ഞങ്ങളെല്ലാം നന്നായിട്ട് പാടിയായിരുന്നു പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ കൃത്യമായിരിക്കണം. ആ കോറസ് അലമ്പായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കോറസിന് മാർക്ക് ഇടുന്നില്ല. മാർക്ക് ഇടുന്നുണ്ട്. ഞങ്ങൾ ക്ഷമിച്ചു. അനഘ നന്നായിട്ട് പാടിയതാ. ഓൾ ദി ബെസ്റ്റ്. അനഘ നല്ല രസമുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് പാടിയപ്പം ഒന്നുകൂടെ രസമായിരുന്നു കേട്ടോ. എടുത്തു പറയേണ്ടത് ബ്യൂട്ടിഫുൾ വോയിസ്. കാരണം ഇന്ന് ശബ്ദം നല്ല മനോഹരമായിരുന്നു. എന്താ പറയണ്ടേ, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ശ്രുതി എവിടേക്കോ പോയതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് വലിയ പ്രോബ്ലം അല്ല. ഒരു സാധാരണ ഒരു സോങ്, അത് മനോഹരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ തന്നെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, അതേതാ? കഹോന പ്യാർ ഹൈ തന്നെ അതിന്റെ ടൈറ്റിൽ ട്രാക്ക്. ദിൽ മേരാ സുനനെ കോ തരാരാ ബേകരാർ ഹൈ, കഹോന പ്യാർ ഹൈ, കഹോന പ്യാർ ഹൈ, കഹാനാ പ്യാർ ഹൈ, കഹാനാ പ്യാർ
നന്നായിട്ടുണ്ട് അത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും ഈ പെപ്പി നമ്പർ മനോഹരമായിട്ട് തന്നെ പാടി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അനക്ക, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. താങ്ക് യു സർ. ഓക്കെ ഷാനിക്ക. ഞാനിപ്പോ എവിടുന്ന് തുടങ്ങാ? ഓക്കെ, ഈ പാട്ടിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഹിന്ദിയാണ്. ഞാൻ പറയാൻ വരുന്നു സാർ അതിന് മുന്നേ ഐ ലവ് യുടാ. ഐ ലവ് യു ടു. ഓക്കെ, പറയൂ പ്രത്യേകത. ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർസിനെ ലോഞ്ച് ചെയ്ത ഒരു സിനിമ. ലോഞ്ച് ചെയ്തത് പറയാൻ പറ്റില്ല, പുള്ളി ചെറുപ്പത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ഇത് പുള്ളിയുടെ ഫാദർ ഡയറക്റ്റ് ചെയ്തു, അങ്കിള് മ്യൂസിക് ചെയ്തു, പുള്ളി അഭിനയിച്ചു. പുള്ളി അഭിനയിച്ചു. ആരാണ് പുള്ളി? ഋത്തിക് റോഷൻ. അരേ വാ, മൊത്തത്തിലൊരു ഫാമിലി അഫയർ. അപ്പം മക്കളെ, ചേട്ടൻ പറഞ്ഞുതരാട്ടാ. പലട്ട് തേരി നസർ. നസർ. നസർ യഹാ ഹൈ ദിൽ തെരാ ദേഖ്താ. അഖാ ഒന്ന് ദേഖ്താ എന്നാണ്. ദേഖ്താ. അഖാ വേണം. പിന്നെ ഒരുവിധം എല്ലാവരും തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഈ ഹേ എന്ന് പറഞ്ഞ വാക്ക്. അത് എല്ലാം ഈ ഹേ 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 എന്നാണ്. അത് നിങ്ങളെല്ലാവരും മാസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ മോളെ അനുപല്ലവിന്റെ ആദ്യത്തെ 2 ലൈൻ വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി. തേരി ജവാനി കെ സദ്കെ ഹം ഭി ഹസി കം നഹി. കം നഹി എന്താ പാടിക്കൊണ്ടിരുന്നത്? ഹം നഹി എന്നാണ് പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഡിക്ഷൻ വൈസ് കുറച്ച് പ്രശ്നങ്ങൾ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് അബദ്ധം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടുന്ന് പറയുന്നത്. ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇവർ പറഞ്ഞു. സ്മൈൽ മൈക്കിന്റെ പുറകിലാണെങ്കിലും ശരി, മുമ്പിലാണെങ്കിലും ശരി, ചിരിക്കുമ്പോൾ അത് ആ പാട്ടില് റിഫ്ലക്ട് ചെയ്യും. അതാണ് ഇപ്പൊ നമ്മളിപ്പം മോൾ അവിടുന്ന് ചിരിച്ചു പാടി, ചിരിക്കാതെ പാടി. നമ്മൾ കണ്ണടച്ച് കേട്ടാൽ ഇത് രണ്ടും നമുക്ക് മനസ്സിലാവും. കണ്ണടച്ച ചിരി കാണുന്നില്ലല്ലോ, പക്ഷെ ഏതാണ് ചിരിച്ചു പാടിയെന്നുള്ളത് നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. കാരണം ഇത് ഭയങ്കര ചിയർഫുൾ, ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. അതുകൊണ്ടാണ് ഈ ചിരിച്ചു പാടാൻ അങ്ങനെ പറയണം കേട്ടോ. That's it. All the best. നല്ല ശബ്ദം, നന്നായിട്ട് പാടി കേട്ടോ. ചേച്ചി അനഘ, ക്യാപ്റ്റാ, നല്ല പാട്ട് മോളെ, സൂപ്പർ സെലക്ഷൻ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഒരു ഓളം ഉണ്ടായിരുന്നു. മോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവരെയൊക്കെ കുറച്ച് ഡൗട്ട്ഫുൾ ആയി, കോറസ് കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നെങ്കിലും അനഘ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോയി. എങ്ങനെയൊക്കെയോ 4 കാലിൽ വീണു. എനിക്ക് മോള് പാടിയത് ഇഷ്ടപ്പെട്ടു. വോയിസ് ടെക്സ്ചർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പണ്ട് മൂക്ക് ഒരുപാട് കയറി വരുമായിരുന്നു പാട്ടിൽ, അതൊക്കെ കുറേ മാറി. ഇപ്പം നല്ലൊരു ടോണിലേക്ക് മാറി വരുന്നുണ്ട്. ഈ ഹിന്ദി ആക്സെൻ്റ് ആണ് എനിക്ക് കുറച്ച് ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയത്. അപ്പം അതൊന്ന് റെഡിയാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബ്യൂട്ടി, കേൾക്കുമ്പോൾ നമുക്കൊരു ഭാഷയുടെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് വന്നേനെ. അതാണ് എനിക്ക് ഇടയിലിടയിലൊക്കെ സ്ട്രൈക്ക് ചെയ്തത്. അല്ലാതെ മോള് നന്നായിട്ട് തന്നെ നല്ല രസമായിട്ട് പാടി. പിന്നെ ഒരു സ്ഥലത്ത് ഒരു വരി പല്ലവിയുടെ ദേഖ്താ ഹേ കിധർ, അത് എന്തോ പാടി അവിടെ, പക്ഷെ അത് ആർക്കും മനസ്സിലായില്ല. അയ്യോ മാർക്കോ, അങ്ങനെയൊന്നുമില്ല, എന്തായാലും അങ്ങനെയൊന്നുമില്ല, എന്തായാലും കുറയ്ക്കും. കുറച്ചുകൂടി ഒന്ന് അതിലൊരു ശ്രദ്ധ കൊടുക്കുക. കാരണം മോളെ ഹിന്ദി ആവുമ്പോൾ നല്ല വോയിസ് ആണ്, നന്നായി പാടാനും കഴിവുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ അക്ഷരങ്ങൾ കുറച്ചുകൂടി ഭംഗിയാവട്ടെ. ഗോഡ് ബ്ലെസ് യുടാ. താങ്ക് യു ചേച്ചി. ഓക്കെ ക്യാപ്റ്റൻ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. അനഘേ, എത്ര വേണം? ന്യായമായിട്ട് ചോദിച്ചു മേടിക്കുക, ഞാൻ തരാം ഉറപ്പായിട്ട്. ന്യായമാണെങ്കിൽ കമോൺ അനഘ, ന്യായമായിട്ട് ചോദിക്കും. ന്യായം അല്ലെങ്കിൽ ഞാൻ അങ്ങ് വരും, അത്രേ ഉള്ളൂ. ഏത് വേണം? അല്ല, ഒരു ഐഡിയ ഇല്ല. ഡിക്ഷന്റെ ഒക്കെ പ്രശ്നം പറഞ്ഞല്ലോ, അപ്പൊ മനസ്സിലാവും. ഞാൻ കുറച്ചോളാം, അത് പേടിക്കണ്ട. ഇവിടെ നമ്മള് മലയാളികളല്ലേ, ചുമ്മാ പറ. ഗസ് 9.1 അല്ലെങ്കിൽ 9.2. 9.2. താങ്ക് യു സർ. അത്രേ ഉള്ളൂ. എടി പെണ്ണേ, നീ ക്യാപ്റ്റനാണ്, കുറച്ചുകൂടി ധൈര്യം വേണം കേട്ടോ. അതെ എം ജി സാർ. 9.9 അല്ല. ക്യാപ്റ്റൻ ഇപ്പൊ ബോധം കെട്ട് വീണ്. ക്യാപ്റ്റൻ ഞാൻ ബോധം കെട്ട്. 9.2. താങ്ക് യു സർ. ഗുഡ് ഗുഡ് ഗുഡ്, താങ്ക് യു സർ. ഷാനിക്ക സാർ, അധികം കുറച്ചിട്ടില്ല. നന്നായി. ഓക്കെ, സോ ടോട്ടൽ 18.4. താങ്ക് യു.